അഖിൽ മാരാർ പതിവ് പോലെ ഒരു വെളിവുകേട് പറഞ്ഞു. പൂർവ്വം പറയണതല്ല, ജന്മനാ വിദ്യയാണേ. വെളിവുകേട്, വൃത്തികേട്, വിവരക്കേട്, അങ്ങനെ പല രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. എനിക്ക് മനസ്സിലായില്ല. വേറൊന്നുമല്ല, കുറെ ആളുകളുടെ ജീവിതത്തിനെ വളരെ മോശമായി ബാധിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അയാൾ പറഞ്ഞത്. എല്ലാരും വിളിച്ചു. അഖിൽ മാരാർ അദ്ദേഹത്തിന്റെ സ്ഥിരം പരിപാടി കാണിച്ചു. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഒരു വൃത്തികേട് പറഞ്ഞു. ആ വൃത്തികേടിനെ ന്യായീകരിച്ച് മെഴുകാൻ ആരംഭിച്ചിട്ടുണ്ട്. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നു. ഭീകരവും അപകടകരവുമാണെന്ന് തോന്നി. അതുകൊണ്ട് ആ പോസ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത. അതായത് അണ്ണൻ അറിയാം, അണ്ണൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക. മനസ്സിലായോ? മനസ്സിലായി. ഡോക്ടർമാർ പറയുന്നത്, സയന്റിസ്റ്റുകൾ പറയുന്നത്, ഇതൊന്നുമല്ല. ഞാൻ പഠിപ്പിക്കും, നിങ്ങൾ പഠിക്കണം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ട് ഉപ്പിലിട്ട് വെക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, ബോധമില്ലാത്തത് ബാക്കിയുള്ളവർക്കും, ബോധമുള്ളത് അണ്ണന് മാത്രം. ഒരു പ്രത്യേക ജീവിതല്ലേ. അണ്ണൻ ഈ ന്യായീകരണ പോസ്റ്റ് ഫേസ്ബുക്കിലാണ് ഇട്ടത്, ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പൊങ്കാല കിട്ടും. ഇതല്ല, ഇതിൽ വലുത് കണ്ടതാ ഞാൻ. മാത്രമല്ല പുരുഷന്മാരുടെ സപ്പോർട്ട് കിട്ടുമെന്ന് അണ്ണൻ വിചാരിച്ചു. പക്ഷേ പുരുഷന്മാരുടെ സപ്പോർട്ടും കിട്ടിയില്ല. എന്തൊരു ബഹളമായിരുന്നു. ഇപ്പൊ എന്തായടാ? ഈ സ്ത്രീ ശരീരമുള്ള നികൃഷ്ട ജീവികൾ എന്നൊക്കെ പറയുന്നത് എന്തു ബോധക്കേടാണോ? നിങ്ങൾ ഈ പറയുന്ന പുരുഷ ശരീരത്തിൽ ജീവിക്കുന്ന നികൃഷ്ട ജീവി എന്നൊക്കെ പറഞ്ഞ ഒരു സ്ത്രീ നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞാലോ? അപ്പൊ നിങ്ങൾ പുരുഷന്റെ എല്ലാ ധർമ്മങ്ങളും ചെയ്തിട്ടുണ്ട്. ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തി പറയണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. ഈ കാലത്തെ പുരുഷന്റെ ധർമ്മമല്ലേ ചെയ്തത്? നിങ്ങൾ ഈ അരി ഇടിക്കുമ്പോൾ മറ്റേ കുഞ്ഞിനെ പ്രസവിച്ച കാലഘട്ടത്തിൽ പുരുഷന്റെ ധർമ്മമല്ലല്ലോ ഇപ്പൊ ചെയ്യുന്നത്.